നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അരവിന്ദിന്റെ മക്കളുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ജയപാലിന് ഒരു കാര്യം തീരുമാനിച്ചു. തന്റെ മകനെയാണ് അപ്പൊ ഇനി ഇത് പിടിച്ചിടിച്ചിരിക്കുന്നത്. അപ്പൊ അവനിട്ടൊരു പണി കൊടുക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പോരാത്തതിന് പ്രവീണ പറയുകയും ചെയ്തു. ജയബാലേട്ടനോട് അത് ദേഷ്യമാണ്. ശാരദയുടെ പെൺമക്കളും കൂടെ തീർത്തിരിക്കുന്നത്. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒടുവില് ജയബാലൻ എന്ത് ചെയ്തു? SIയെ വിളിച്ചു. SIയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് വിനീത് വിശാലിനെ പിടിച്ചിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഒരു കാരണമില്ലാതെ. കാരണം ഈ പറയുന്ന വിശാലും യമുനയും കൂടെ അവര് സ്വന്തം ഇഷ്ടപ്രകാരം ഒളിച്ചോടി പോയതാണ്. പക്ഷെ അത് വിനീതിന് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞപ്പോൾ വിനീത് എന്ത് ചെയ്തു? വെറുതെ പിടിച്ചിടിച്ചു, ഉപദ്രവിച്ചു, ഇഞ്ച പരുവാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കള്ള കേസ് അങ്ങോട്ട് കൊടുത്തു. ശരിക്കും സംഭവിച്ച അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പോരാത്തതിന് ഈ പറയുന്ന SI ജയപാലിന്റെ ശിങ്കിടി ആയിരുന്നല്ലോ. SI പറഞ്ഞു, ഇനി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേ, സാറ് ധൈര്യമായിട്ടിരുന്നോളാൻ പറഞ്ഞു. ജയപാലൻ പറഞ്ഞു, എനിക്ക് അവനെ കിട്ടണം. അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എൻ്റെ മോൻ്റെ ദേഹത്ത് വീണ ഓരോ പാടിനും അവനെ കൊണ്ട് എണ്ണി എണ്ണി കണക്ക് പറയിപ്പിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ഈ സമയം ഇതൊന്നും പക്ഷേ എങ്കില് ശാരദ മക്കൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗംഗയും കാവേരും കൂടെ പുറത്തു പോയിരിക്കുമായിരുന്നു. ആ സമയത്ത് യമുന ആകെപ്പാടെ വല്ലാത്ത വിഷമത്തിലിരിക്കുമ്പം ശാരദ വന്നിട്ട് പറഞ്ഞു, മോളെ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. വിനീത് അപ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ, കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല യമുനെ, എന്തിനാ നീ പട്ടിണി ഇരിക്കുന്നേ? എനിക്ക് വിശക്കുന്നില്ല വിനീതേട്ടാ. വിശക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആഹാരം കഴിച്ചാലേ എഴുന്നേറ്റ് വെക്കാൻ പറ്റുള്ളൂ. അതെ, ഇപ്പൊ തന്നെ എന്തൊരു കോലം ഇത്. എനിക്കറിയില്ല, എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, ജീവിക്കാൻ പോലും തോന്നില്ല. എന്തിന്? എന്ത് നിസാര കാര്യത്തിനോ? അതിന് നീ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? തെറ്റ് ചെയ്തോര് ശിക്ഷിക്കപ്പെടും. അതിന് യമുന നീ ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കറിയില്ല. അപ്പോഴേക്കും രാധം പറഞ്ഞു, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്ത് ചെയ്യാൻ എൻ്റെ മോനെ, ഞങ്ങൾ ആരും പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീള ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി എഴുന്നേറ്റ് എന്തെങ്കിലും ഇത്തിരി ആഹാരമൊക്കെ കഴിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ശാരദ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അമ്മ പോയി എടുത്തോണ്ട് വരാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനുമാണ് മുറ്റത്ത് ഒരു പോലീസ് ജീപ്പിന്റെ ഓണടി ശബ്ദം കേട്ടത്. നീള പെട്ടെന്ന് ഇറങ്ങി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മേ, ഇതൊരു പോലീസ് ജീപ്പ് വന്നേക്കെന്ന് പറഞ്ഞു. പോലീസ് ജീപ്പോ? അതെന്തിനായിരിക്കും? അപ്പോഴേക്കും വിനീത് പറഞ്ഞു, ഇനിയിപ്പം അന്വേഷിക്കാൻ വേണ്ടി വന്നതായിരിക്കുമോ? അങ്ങനെ വിനീതമൊക്കെ അവിടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ആ സമയത്ത് പോലീസുകാരൻ ചോദിച്ചു, നീയാണോടാ വിനീത് എന്ന് ചോദിച്ചു. അതെ, എന്താ സാറേ കാര്യം? വന്ന് വണ്ടിയിലേക്ക് കയറ്. എന്തിനാ സാറേ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെന്തിനാ വണ്ടിയിലേക്ക് കയറുന്നേ? പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, വന്ന് വണ്ടിയിലേക്ക് കയറാന്ന് പറഞ്ഞു. സാറേ കാര്യം എന്താ വെച്ചാ പറ. ഒരു തെറ്റും ചെയ്യാത്ത ആ ജയപാലിന്റെ പാവം മകൻ വിശാലിനെ നീ പിടിച്ച് ഇഞ്ച ചതയ്ക്കും പോലെ ചതയ്ക്കുമല്ലേന്ന് ചോദിച്ചു. സാറ് എന്തു വർത്താനാ പറയണേ? അവൻ പാവോ? അവൻ ചെയ്ത തെറ്റെന്താ സാറിനറിയാവോ? നീ കൂടുതലൊന്നും വാചകം അടിക്കണ്ട, മര്യാദയ്ക്ക് വന്ന് കയറടാ ജീപ്പിൽ എന്ന് പറഞ്ഞു. രാധമ്മ ഓടി വന്നിട്ട് പറഞ്ഞു, സാറിന് തെറ്റുപറ്റിപ്പോയതാ, എൻ്റെ കൊച്ചുമോൻ അങ്ങനെയും ചെയ്തിട്ടൊന്നുമില്ല, അങ്ങോട്ട് മാറി നിൽക്കി തള്ളേന്നും പറഞ്ഞുകൊണ്ട് രാധമ്മ അങ്ങോട്ട് തള്ളി മാറ്റി. ശാരദ പറഞ്ഞു, സാറേ, എൻ്റെ മരുമോനെ കൊണ്ടുപോകരുത്, അവനൊരു പാവ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, സംഭവിച്ചതൊന്നുമല്ല. നിങ്ങൾ കൂടുതൽ വിസ്തീർണമൊന്നും നടത്തണ്ട. അതെ, പെൺമക്കളെ നേരെ ചൊവ്വേ വളർത്താൻ പഠിക്കണം, അല്ലെങ്കിലുണ്ടല്ലോ കൂടി ചാടി പോയെന്നിരിക്കും. എന്നിട്ടോ വെറുതെ നടക്കുന്ന ചെറുപ്പക്കാരുടെ തലയിലേക്ക് കയറാൻ ചെന്നാണ്ടല്ലോ ഇതെല്ലാം ഇതിലപ്പുറം സംഭവിച്ചെന്നിരിക്കും. അത് കേട്ടപ്പോൾ ശാരദയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. വിനീതിനെ അവർ പിടിച്ചോണ്ട് ജീപ്പിൽ കെട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേനും വല്ലാത്ത സങ്കടമായിപ്പോയി ശാരദയ്ക്ക്, രാധമ്മയ്ക്കൊക്കെ. രാധമ്മ അവിടെ ഇരുന്ന് അലമുറയിട്ട് കരയുവാണ്. യമുനയ്ക്ക് സങ്കടം താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ താൻ ഇറങ്ങിപ്പോകാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത. അവൻ്റെ ട്രാപ്പാന്ന് അറിയണ്ടായിരുന്നല്ലോ. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും യമുന ഇറങ്ങി പോകത്തില്ലായിരുന്നു. ഈ സമയത്ത് ശാരദ പെട്ടെന്ന് പോയി കാവേരിയെ വിളിക്കുകയാണ്. കാവേരി ചെന്താമേ. ശാരദ അപ്പോൾ കരയുമായിരുന്നു. മോളെ, വിനീതിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. പോലീസോ? എന്തിന്? ആ ജയപാലം കൊണ്ട് പരാതി കൊടുത്തു പോലും. പരാതിയോ? അതെ, അയാളുടെ മോനെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. ഓഹോ, അയാൾ കള്ളപ്പരാതി കൊടുത്തില്ലേ? അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ട് പോയിക്കൊള്ളാന്ന് പറഞ്ഞു. പിന്നീട് ഗംഗയോട് പറഞ്ഞു, ഗംഗേച്ചി ഒരു പ്രശ്നമുണ്ട്. എന്താ? വിനീതേട്ടനെ പോലീസ് പിടിച്ചെന്ന്. പോലീസോ? പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഗംഗേച്ചി കയറിക്കേ, നമുക്കിപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞു. വിനീതേട്ടനെ ഇറക്കിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. പോയി സത്യങ്ങളൊക്കെ പറഞ്ഞ് വിനീതേട്ടനെ കൂട്ടിക്കൊണ്ട് വരാം. അപ്പം ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ വിനീത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഗംഗയും കാവേരിയും കൂടെ ഓടി അങ്ങ് ചെന്നു.
വിനീതനോട് ചോദിച്ചു, വിനീതേട്ടാ എന്താ ഇത്, എന്തിനാ ഇവര് പിടിച്ചോണ്ട് വന്നിരിക്കുന്നേ? വിനീത് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തിരിക്കുക ജയപാലന്. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, വിനീതേട്ട പേടിക്കൊന്നും വേണ്ട, എന്തിനാ പേടിക്കണേ? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ നാട്ടില് നിയമവും കാര്യങ്ങളൊക്കെ എങ്ങനെ എന്താന്നൊക്കെ നമുക്കറിയാലോ, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് ചോദിച്ചു, ആരാ എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. അതെ, ഞാന് വിനീതന്റെ ഭാര്യയാന്ന് പറഞ്ഞു. അല്ല നിങ്ങളിപ്പോ വന്ന എന്തിനാ? അതെ, ഞങ്ങളുടെ വിനീതന്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെ, ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, SI പോയി കണ്ടു പറയാൻ പറഞ്ഞു, സാറകത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗയോട് കാവേരി പറഞ്ഞു, ഗംഗേച്ചി ഇവിടെ നിൽക്കുക, ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒടുവിൽ കാവേരി SIയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ SI ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. സാറേ, വിനീതേട്ടനെ പിടിച്ചോണ്ട് വന്നേക്കുന്നത് എന്തിനാന്ന് അറിയത്തില്ല. അതോ, അവൻ ആ ജയപാലന്റെ മോനെ നല്ല ചതച്ചിട്ടുണ്ട്, ഒരു കാര്യമില്ലാതെ തല്ലി ചതച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ അവനെ പോലുള്ള ക്രിമിനലുകളെയൊക്കെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? ഈ പോലീസ് നിയമമൊക്കെ പിന്നെ എന്തിനാന്ന് ചോദിച്ചു. സാറേ, സാർക്ക് ആരും അറിയാതെയാ വിനീതനെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. അവൻ ചെയ്ത തെണ്ടിത്തരം എന്താണെന്നറിയാവോ? എന്റെ അനുജത്തി യമുനയെ പിടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. പിടിച്ചുകൊണ്ട് പോയതാണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണോ? രണ്ടുപേരും സ്വന്തം ഇഷ്ടപ്രകാരം ഒരിടത്തേക്ക് പോണേന് അതിന് പിടിച്ചോണ്ട് പോവാന്നാണോ പറയണേ? സാറേ, അനാവശ്യം പറയരുത്, എന്റെ അനുജത്തെ അങ്ങനെയൊന്നും പോയിട്ടില്ല. പിന്നെ പോകാതെയാണോ മാർത്താടം വരെ എത്തിയത്? ഇത് നല്ല കളിയായി. അതെ, അനുജത്തിയോട് നല്ല നേരമണ്ണം നടക്കാൻ പറ, അല്ലാതെ സ്വഭാവം നല്ലതല്ലാത്തതിന് നാട്ടുകാരാമ്പിള്ളേരെ പിടിച്ചതച്ചിട്ട് കാര്യമില്ല. ഇത് കേട്ടപ്പം നല്ല ദേഷ്യമായി കാവേരിക്ക്. കാവേരി പറഞ്ഞു, സാറേ അനാവശ്യം പറയരുത്. സാറ ജയപാലനോടൊപ്പം ചേർന്നിട്ട് പണി തരുവാന്നുള്ള കാര്യം മനസ്സിലായി. എടി, നിന്റെ അനുജത്തിയെ ആരും പിടിച്ചോണ്ട് പോയതൊന്നുമല്ല. അവൾ അവൻ്റെ കൂടെ പോയിട്ട് ഒടുവിൽ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാനുള്ളതിന് ആ ചെറുക്കനെ പിടിച്ച് വെറുതെ തല്ലിച്ചതയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അവന്. അങ്ങനെ അങ്ങോട്ട് നിയമം കയ്യിലെടുക്കാൻ അവനാരാ ഇത് കൊടുത്തിരിക്കുന്നത്, ലൈസൻസ് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ചീത്ത പറഞ്ഞു. സാറേ, സാറ് ഇപ്പൊ ചെയ്ത പരിപാടി എന്താണെന്ന് എനിക്കറിയാം. ജയപാലിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ആ സാറിന്റെ മനസ്സിൽ വെച്ചാൽ മതി. അത് കടുപ്പത്തിന് അയാൾ SI ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റു. എന്താടി നീ പറഞ്ഞേ? ദേ, നിന്റെ തോന്നിയാസോടെ നടക്കില്ല, കടന്നു പോയിക്കോണം ഇവിടുന്ന്. സാറേ, ഞാൻ പറഞ്ഞല്ലോ, സത്യാവസ്ഥ നടന്ന എന്താന്ന് പറഞ്ഞല്ലോ. യമുന തെറ്റൊന്നും ചെയ്തിട്ടില്ല, യമുനെ പിടിച്ചോണ്ട് പോയതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവളോട് ചെന്നു കംപ്ലൈന്റ് ഇടാൻ പറ, പിടിച്ചോണ്ട് പോയതാണ് പോലും. അല്ലെങ്കിലും ഇതേ അവസാനം കഴിഞ്ഞ് കഴിയുമ്പത്തിന് എല്ലാ പെണ്ണുങ്ങളും പറയുന്ന പോലെ തന്നെയാ നിന്റെ അനുജത്തിയും പറഞ്ഞ, അത്രേ ഉള്ളൂ, മര്യാദയ്ക്ക് പോവാൻ നോക്ക്, അവനെ വിടാനായിട്ട് ഇപ്പൊ പറ്റത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം കാവേരി പറഞ്ഞു, സാറേ, സാറൊരു കാര്യം വിചാരിക്കണം. എന്റെ വിനീതേണ്ണ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ വിനീതേണ്ണ ഇവിടുന്ന് എങ്ങനെ ഇറക്കണമെന്ന് എനിക്കറിയാം, ഞാനത് ഇറക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞിട്ട് കാവേരി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ ചെന്നിട്ട് ഗംഗയോട് പറഞ്ഞു, ഗംഗേച്ച് വരാൻ പറഞ്ഞു. എന്താ ഇവിടെ എന്നിട്ട് കാര്യമില്ല, എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഗംഗയെ വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തു നിൽക്കുകയാണ്. എന്താ ഏതാണെന്നും അറിയത്തില്ലോ. കാരണം വീടും വിനീതനെ കൂട്ടിക്കൊണ്ട് വരുമെന്ന് ഓർത്തിരുന്ന വിനീത് എന്തിയാ മോളെന്ന് ചോദിച്ചുകൊണ്ട് ശാരദയെ കരയുവാണ്. അമ്മേ, വിനീത് എന്നെ വിട്ടില്ല, എല്ലാ ജയപാലിന്റെ കളികളാ, അമ്മ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും യമുന പറഞ്ഞു, ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ, എല്ലാത്തിനും കാരണം ഞാനല്ലേ. അതെ യമുന, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഈ സമയം ഗംഗ പറഞ്ഞു, നമ്മൾ നേരത്തെ കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിരുന്നു ആ വിശാലിന്റെ പേരിൽ, അങ്ങനെയായിരുന്നു ഇപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പം കാവേരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ആളും കംപ്ലൈന്റ് കൊടുക്കാലോ. യമുന പറഞ്ഞു, ഞാൻ വരാം, ഞാൻ വന്ന് അവന്റെ പേര് കംപ്ലൈന്റ് കൊടുക്കാം, എന്നെ ബലമായിട്ട് തട്ടിക്കൊണ്ടു പോയതാണെന്നും പറഞ്ഞുകൊണ്ട്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, വിനീതേട്ടനെ ഇറക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അരവിന്ദന്റെ മക്കള് പെൺപുലികളായിട്ട് ജയപാലിനെതിരെ പോരാടാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നാളെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.